Consumer surplus. The doctrine of consumer surplus was originally stated by the French engineer economist Jules Dupit in 1844. കൺസ്യൂമർ സർപ്ലസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജൂൾ ഡ്യൂപ്പിറ്റ് ആണ്. 1844 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈറ്റർ ആൽഫ്രഡ് മാർഷൽ ഡെവലപ്ഡ് ദിസ് കൺസെപ്റ്റ് ഇൻ ഹിസ് ഫേമസ് വർക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. പിൽക്കാലത്ത് ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന വർക്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് പറഞ്ഞു. ഇൻ അവർ ഡെയിലി ലൈഫ് വി കൺസ്യൂം മെനി കമ്മോഡിറ്റീസ് ദാറ്റ് ആർ അവൈലബിൾ ചീപ്പ്. ഫോർ എക്സാമ്പിൾ സാൾട്ട്, മാച്ച് ബോക്സ്, ന്യൂസ് പേപ്പേഴ്സ് എക്സെട്ര. The utility from these commodities is so high that we would be prepared to pay higher prices for them than we actually pay. The higher price that consumers are prepared to pay over and above what they actually pay indicates surplus satisfaction. This surplus satisfaction is consumer surplus. മാച്ച് ബോക്സ്, ന്യൂസ് പേപ്പർ എന്നീ ഐറ്റംസിന് താരതമ്യേന വില കുറവായിരിക്കും. പക്ഷേ നമ്മൾ അതിന് 1-2 രൂപ കൂടുതൽ പറഞ്ഞാലും അത് കൊടുക്കാൻ വില്ലിങ്ങാണ്. പക്ഷേ നമ്മൾ അത്രയും വില പേ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പം കൺസ്യൂമറിന് കിട്ടുന്നൊരു സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സർപ്ലസ് സാറ്റിസ്ഫാക്ഷനാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. കൺസ്യൂമർ സർപ്ലസിൻ്റെ ഡെഫിനിഷനാണ് അടുത്തത്. അക്കോർഡിംഗ് ടു ആൽഫ്രഡ് മാർഷൽ, the excess of price which he would be willing to pay rather than go without the thing over that which he actually does pay is the economic measure of this surplus satisfaction. It may be called consumer surplus. ആൽഫ്രഡ് മാർഷൽ കൺസ്യൂമർ സർപ്ലസിനെ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു കൺസ്യൂമർ ഒരു സാധനം വാങ്ങാതെ പോകുന്നതിന് പകരം കൺസ്യൂമർ ശരിക്കും, അതായത് യഥാർത്ഥത്തിൽ കൊടുക്കുന്നതിലും കൂടുതൽ കൊടുക്കാൻ തയ്യാറാകുന്ന ആ പ്രൈസസിൻ്റെ എക്സസിനെയാണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, അതായത് സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ്റെ എക്കണോമിക് മെഷറായിട്ട് കണക്ക് കൂട്ടുന്നത്. ഇതിനെയാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. ഇനി സാമുവൽസൺ ഡിസ്ക്രൈബ്ഡ് കൺസ്യൂമർ സർപ്ലസ് ആസ് ഫോളോ. There is always a gap between total welfare and total economic value. സാമുവൽസൺ കൺസ്യൂമർ സർപ്ലസിനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. എന്താണ്? ടോട്ടൽ വെൽഫെയറും ടോട്ടൽ എക്കണോമിക് വാല്യൂ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത് രണ്ടും തമ്മിലൊരു ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ദിസ് ഗ്യാപ്പ് ഈസ് ദ നേച്ചർ ഓഫ് എ സർപ്ലസ് വിച്ച് കൺസ്യൂമർ ഗെറ്റ്. ഈ ഗ്യാപ്പാണ് ഒരു കൺസ്യൂമറിന് കിട്ടുന്ന സർപ്ലസിൻ്റെ സ്വഭാവം. ബിക്കോസ് ഹി ഓൾവേസ് റിസീവ്സ് മോർ ദാൻ ഹി പേ. കാരണം അവൻ കൺസ്യൂമർ എപ്പോഴും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ റിസീവ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ സർപ്ലസ് ക്യാൻ ഓൾസോ ബി സീൻ ആസ് ഡിഫറൻസ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ്. കൺസ്യൂമർ സർപ്ലസിനെ നമുക്ക് പൊട്ടൻഷ്യൽ പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പറയാം. പൊട്ടൻഷ്യൽ പ്രൈസ് ഈസ് ദ പ്രൈസ് ദാറ്റ് എ കൺസ്യൂമർ വുഡ് ബി പ്രിപ്പയർഡ് ടു പേ ഫോർ എ തിങ്. പൊട്ടൻഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ ഒരു സാധനത്തിന് കൊടുക്കാൻ വില്ലിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിപ്പയർ ആയിട്ടുള്ള തുകയാണ് പൊട്ടൻഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത്. ആക്ച്വൽ പ്രൈസ് ഈസ് ദ പ്രൈസ് ദാറ്റ് ഹി ആക്ച്വലി പേസ്. ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് എന്താണോ കൺസ്യൂമർ യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് ആ പ്രൈസിനെയാണ് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഈസ് കൺസ്യൂമർ സർപ്ലസ്. അതായത് ആക്ച്വൽ പ്രൈസും പൊട്ടൻഷ്യൽ പ്രൈസും, അതായത് പൊട്ടൻഷ്യൽ പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്, പൊട്ടൻഷ്യൽ പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. സപ്പോസ് എ കൺസ്യൂമർ ഈസ് പ്രിപ്പയർഡ് ടു പേ 100 ഫോർ എ ഗുഡ് ബട്ട് ഹി ഗെറ്റ്സ് ഇറ്റ് ഫോർ 80. ദെൻ കൺസ്യൂമർ സർപ്ലസ് ഈസ് 100 മൈനസ് 80 = 20. അതായത് ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില 100 റുപ്പീസാണ്. പക്ഷേ ആ കൺസ്യൂമറിന് അത് 80 റുപ്പീസിന് കിട്ടി. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കൺസ്യൂമർ സർപ്ലസ് 20 ആണെന്നാണ് പറയുന്നത്. അതായത് പൊട്ടൻഷ്യൽ പ്രൈസായ 100 ആക്ച്വൽ പ്രൈസായ 80 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ പ്രൈസിൽ നിന്ന് ആക്ച്വൽ പ്രൈസ് കുറയ്ക്കുന്നതാണ്. അടുത്തതായിട്ട് അസംഷൻസ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. Marshall developed the concept of consumer surplus on the basis of following assumption. മാർഷൽ കൺസ്യൂമർ സർപ്ലസിനെ ഡെവലപ്പ് ചെയ്തത് താഴെ കാണുന്ന കുറച്ച് അസംഷൻ്റെ ബേസിലാണ്.
ഒന്നാമത്തെ അസംഷൻ, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റൻറ്റ്. കൺസ്യൂമർ സർപ്ലസ് ഈസ് മെഷേർഡ് വിത്ത് മണി. എ മെഷറിംഗ് റോഡ് ഹാസ് ടു റിമൈൻ കോൺസ്റ്റൻറ്റ്. The marginal utility of money to the consumer is therefore assumed to remain constant. It is so when the money spent on purchasing the commodity is only a small fraction of the consumer's total income. ഈ അസംഷനിൽ പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് മെഷർ ചെയ്യുന്നത് മണി ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ മെഷറിംഗ് റോഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാത്രമല്ല ഒരു കൺസ്യൂമറിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഏറ്റവും ചെറിയൊരു ഭാഗം മാത്രമേ പർച്ചേസിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തേതാണ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദി കമോഡിറ്റി ഇൻ ക്വസ്റ്റ്യൻ ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിന് അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ്സ് ഇല്ല എന്നാണ് ഈ അസംഷനിൽ പറയുന്നത്. മൂന്നാമത്തെ അസംഷനാണ് യൂട്ടിലിറ്റി കൺ ബി മെഷേർഡ്. ഇവിടെ പറയുന്നത് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് യൂട്ടിലിറ്റി കൺ ബി മെഷേർഡ്. ദ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് യൂട്ടിലിറ്റി കൺ ബി മെഷേർഡ് കാർഡിനലി വിത്ത് ദ measuring rod of money. Moreover, it is assumed that the utility obtainable from one goods is absolutely independent of the utility from other goods. അതായത് ഇവിടെ പറയുന്നത് യൂട്ടിലിറ്റി അളക്കാൻ കഴിയും, മെഷർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരു സാധനത്തിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത യൂട്ടിലിറ്റി മറ്റുള്ള സാധനങ്ങളുടെ യൂട്ടിലിറ്റിയെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നാലാമത്തത്, ടേസ്റ്റ് ആൻഡ് ഇൻകം റീമെയിൻ കോൺസ്റ്റൻറ്റ്. നാലാമത്തെ അസംഷൻ പറയുന്നത് ഉപഭോക്താവിൻ്റെ ടേസ്റ്റും ഇൻകം ഒന്നും മാറില്ല, ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കൺസ്യൂമേഴ്സ് ഇൻകം ആൻഡ് ഹിസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് റീമെയിൻ അൺചേഞ്ച്ഡ്. അതായത് കൺസ്യൂമേഴ്സിൻ്റെ വരുമാനം, അതേപോലെ അവരുടെ ടേസ്റ്റ്, അവർ കൊടുക്കുന്ന സാധനങ്ങളുടെ മുൻഗണന, ഇതൊന്നും ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഇതൊക്കെ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നാണ് നാലാമത്തെ അസംഷൻ പറയുന്നത്. അടുത്തതാണ് എക്സ്പ്ലനേഷൻ ഓഫ് ലോ. ഈ ടേബിൾ നോക്കാം. ആദ്യത്തെ കോളത്തിൽ നമ്പർ ഓഫ് ഓറഞ്ചസ്, രണ്ടാമത്തെ കോളത്തിൽ മാർജിനൽ യൂട്ടിലിറ്റി അതായത് പ്രൈസ് വില്ലിംഗ് ടു പേ, മൂന്നാമത്തെ കോളത്തിൽ മാർക്കറ്റ് പ്രൈസ് അതായത് എമൗണ്ട് സ്പെൻഡ്, നാലാമത്തെ കോളത്തിൽ കൺസ്യൂമർ സർപ്ലസ്. ഇതിൽ ആദ്യത്തെ തവണ കൺസ്യൂമർ ഓറഞ്ച് വാങ്ങിക്കുമ്പം കൊടുക്കാൻ തയ്യാറാകുന്നത് 6 രൂപയാണ്. രണ്ടാമത്തെ തവണ വാങ്ങിക്കുമ്പം 5 രൂപ, മൂന്നാമത്തെ തവണ വാങ്ങിക്കുമ്പം 4 രൂപ, നാലാമത്തെ തവണ വാങ്ങിക്കുമ്പം 3 രൂപ, അഞ്ചാമത്തെ തവണ വാങ്ങിക്കുമ്പോൾ 2 രൂപ. അങ്ങനെ ടോട്ടൽ കൺസ്യൂമർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള പ്രൈസ് 20 റുപ്പീസാണ്. ഇവിടുന്ന് നോക്കാം. ആദ്യത്തെ തവണ കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള 6 രൂപയാണ്, രണ്ടാമത്തെ തവണ 5 രൂപ, മൂന്നാമത്തെ തവണ 4 രൂപ. അപ്പം ഇതിങ്ങനെ അടിയിലേക്ക് വരുമ്പം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് എന്തായത് ഇത് മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഇതൊരു ഡിമിനിഷിങ് യൂട്ടിലിറ്റിയാണ്. ഇവിടെ നോക്കാം, കൺസ്യൂമർ കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള എമൗണ്ടിനേക്കാളും കുറവാണ് മാർക്കറ്റ് പ്രൈസ്. അതായത് ആദ്യത്തെ തവണ കൺസ്യൂമർ 6 രൂപ കൊടുക്കാൻ വില്ലിംഗ് ആണ്, പക്ഷേ മാർക്കറ്റ് പ്രൈസ് അതായത് ആക്ച്വലി കൺസ്യൂമർ കൊടുക്കുന്ന എമൗണ്ട് 2 രൂപയാണ്. രണ്ടാമത്തെ തവണ കൺസ്യൂമർ 5 രൂപ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ അവിടെ 2 രൂപ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. മൂന്നാമത്തെ തവണ കൺസ്യൂമർ 4 രൂപ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ അവിടെ 2 രൂപ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. നാലാമത്തെ തവണ കൺസ്യൂമർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ മാർക്കറ്റ് പ്രൈസ് കുറവായതുകൊണ്ട് അത്രയും എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നില്ല. അഞ്ചാമത്തേത് നോക്കാം. അഞ്ചാമത്തേതിൽ പ്രൈസ് വില്ലിംഗ് ടു പേ, അതായത് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള എമൗണ്ടും കൊടുക്കേണ്ട എമൗണ്ട് സെയിം ആയിട്ട് വരുന്നു. അതുകൊണ്ട് അവിടെ എന്തില്ല, കൺസ്യൂമർ സർപ്ലസ് ഇല്ല. ഇവിടേക്ക് മുകളിലേക്ക് കൺസ്യൂമർ സർപ്ലസ് ഉണ്ട്. 6 രൂപ കൊടുക്കാൻ തയ്യാറായ കൺസ്യൂമറിന് 2 രൂപ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അവിടെ 4 രൂപ കൺസ്യൂമർ സർപ്ലസ് ആണ്. 5 രൂപ കൊടുക്കാൻ തയ്യാറായ കൺസ്യൂമറിന് 2 രൂപ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അവിടെ
3 കൺസ്യൂമർ സർപ്ലസ് ആണ്. പക്ഷേ 5 പ്രൈസ് വില്ലിംഗ് ടു പേ, അതായത് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള എമൗണ്ടും കൊടുത്ത എമൗണ്ടും 2 രൂപ ആയതുകൊണ്ട് അവിടെ കൺസ്യൂമർ സർപ്ലസ് ഇല്ല. അതായത് കൺസ്യൂമർ കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള എമൗണ്ടും കൺസ്യൂമർ പേ ചെയ്യുന്ന എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൺസ്യൂമർ സർപ്ലസ്. Diagrammatic representation of consumer surplus. In this diagram, AB is the demand curve of a consumer. OR is the market price. The demand curve is also the marginal utility curve, since marginal utility declines with increase in consumption. The price line is parallel to x-axis because of perfect competition. At point P, the price and marginal utility are equal. OQ is the equilibrium quantity at the price OR. The consumer's total utility is OAPQ. The total price paid is ORPS. Therefore, the triangle area ARP is consumer surplus. OAPO minus ORPS equals ARP. Criticism of doctrine of consumer surplus. The doctrine of consumer surplus has been criticized on the following grounds. First one, consumer surplus is an imaginary concept. The concept has been criticized as imaginary and illusory. It is difficult to say how much a person would be willing to pay for a thing. It may vary from time to time and place to place. Second one, measurement of consumer surplus is difficult. Utility is a subjective and will vary from person to person. Total utility is impossible to measure because when we consume more units, it is said that the marginal utility of even earlier units starts diminishing. Professor Hicks and Allen have argued that utility, being a subjective phenomenon, is indeterminate, that immeasurable. Third one, substitutes are available. Non-availability of substitute is an unrealistic assumption. In real life, substitutes are available for many goods. Fourth, the marginal utility of money never remains constant. The theory of consumer surplus assumes that the marginal utility of money remains constant and does not alter with increase or decrease in the money stock with the consumer. This is not the case. Marginal utility of money declines with the increase in money. Fifth one, it is not applicable to necessaries. Consumer surplus does not apply to necessaries of life. In the case of necessities, the surplus is immeasurable. A thirsty man would be prepared to pay anything for a glass of water. A hungry man would be prepared to pay anything for a loaf of bread. Then, practical importance or application of consumer surplus. It is a fact that consumers enjoy surplus satisfaction from many goods and services. Consumer surplus is a fact. It has great practical significance and applications. First one, helps to distinguish between value in use and value in exchange. Consumer surplus is useful in explaining the distinction between the use value and the exchange value of a thing. Commodities like salt and matchbox have great value in use but low value in exchange. Therefore, there is a high level of consumer surplus is these goods. Thus, the concept of consumer surplus helps explain the difference between value in use and value in exchange. Second one, helpful in comparing the gains from the international trade. Consumer surplus helps in assessing and comparing gains from international trade. When we import cheap things from abroad, consumers enjoy surplus, since these goods are expensive domestically. The larger this surplus, the more beneficial is international trade. Then third one, useful to businessmen, particularly monopolists. The concepts of consumer surplus has great practical significance in pricing. Businessmen can charge higher price for goods with a consumer surplus.
Movie theaters charging higher ticket prices in the initial days of release of a popular movie is an example. Monopolists charge high price for goods with a high consumer surplus. Fourth one, helps in comparing locational advantages. Consumer surplus proves helpful when we compare the advantage of living in two different places. The place where there are greater amenities available at cheaper rates will be better to live in. These places, the consumers enjoy large consumer surplus. Thus, the principle of consumer surplus indicates the advantages of environment and opportunities. Fifth one, application in public finance. The concept has great practical importance to governments, particularly in taxation. Governments can impose higher taxes on goods with high consumer surplus. Even if taxes rise the price of such goods, demand will not decline.